ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേഴ്സൺ ഈ നൈറ്റിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നോക്കാം. ഇവിടെ ഫസ്റ്റ് വന്ന കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചിരിക്കുന്നു, ഇനി മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നവർ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് വാളുകളാൽ കുത്തുകൊണ്ട് കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനിച്ചു, എൻഡായി കിടക്കുന്നു എന്നുള്ള സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സണ് ഇത് ഒരു റീബർത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഒന്നിലധികം പ്രശ്നങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ സണ്ണിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, ഒരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. ഇവിടെ ഒരു ബ്ലാക്ക് എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെയോ ഭാഗത്ത് നിന്ന് ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ കൂടുതലും റിലേഷനെ നശിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ചീറ്റിംഗ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടൻ തന്നെ ഒരു ആക്ഷൻ എടുക്കണം, ഒരു ഗ്രോത്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കില്ല. ഇവിടെ സിറ്റുവേഷൻ മോശമാണ്. ഓക്കെ, നിങ്ങളോട് അവർക്ക് ഫിസിക്കലി അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അവർ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. റിലേഷൻ വളരെ സാവധാനം എങ്ങനെയെങ്കിലുമാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടോ ഒരു ആക്ഷൻ കാണിക്കുവാൻ അവർക്ക് പറ്റുന്നില്ല. അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ അവർ യാതൊന്നും ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് അവർ ഇപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ മാനസികാവസ്ഥ എന്താണ്? റിലേഷനെ പ്രതി, നിങ്ങളുടെ പേഴ്സണെ പ്രതി എന്ത് മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ഓക്കെ, ഇവിടെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. കോള് മെസ്സേജ് ഇഗ്നോർ ചെയ്യുന്നതിൽ വളരെ വിഷമങ്ങൾ നേരിടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും കോള് മെസ്സേജ് ഇഗ്നോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും കോള് മെസ്സേജ് ഇഗ്നോർ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, എങ്കിൽ കൂടിയും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് അട്രാക്റ്റഡ് ആണ്. നിങ്ങളുടെ മനസ്സിൽ അവർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു ഹാപ്പി ലൈഫായിരുന്നു നിങ്ങളുടേത്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ അവരുമൊത്ത് ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ആ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോഴും നിങ്ങളെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ലൈഫിൽ ഇനിയും അത് ഉണ്ടാകുമെന്ന് വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. 10 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഈ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു ലൈഫ് വരും. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കടന്നു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എനർജിയിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി കറക്റ്റ് ആയിരിക്കും. താങ്ക് യു. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.